ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ മക്കളൊക്കെ ഉണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് മുന്നോട്ട് പോണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിന്നർ കോംബോ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്ത് പറയുന്നത് ഡിന്നർ കോംബോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡിന്നർ കോംബോ ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഡിന്നറിന് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി മട്ടൻ കറിയും അതേപോലെ തന്നെ നല്ല കോഴിക്കോടൻ പത്തിരിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ പത്തിരി ഞാൻ എപ്പോൾ കാണിക്കുകയാണെങ്കിലും പറയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ട് എപ്പോഴും പറയലും ഉണ്ട്. അപ്പോൾ എത്ര കാണിച്ചാലും മതിയാകാത്തൊരു സാധനമാണ്. അതുപോലെ തന്നെ അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒരു 4 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചത് കേട്ടോ. 1 കിലോ മട്ടനാണ് ഞാനിപ്പോൾ കറി വെക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് ഒരു 4 മീഡിയം സൈസുള്ള ഉള്ളിയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം. ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ 4 ഉള്ളി 1 കിലോ മട്ടണിന് റെഡിയാണ് കേട്ടോ. ഇതൊരു ഭയങ്കര ഗ്രേവി ഉള്ള കറിയല്ല. എന്നാൽ ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാനും ഫ്രൈ ആണോ എന്ന് വെച്ചാൽ ഫ്രൈ ആണാനും അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ. സൂപ്പർ കറിയാണ്. എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളി മാച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പത്തിരിൻ്റെ മാവ് അവിടെ ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ പത്തിരിക്കുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയലില്ല, ഞാനൊരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. കാരണം അത്രയും നമ്മൾ ഉണ്ടാക്കി ശീലമായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് അളവ് അളന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 കപ്പ് പൊടിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ എടുത്തോട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം വെള്ളം അങ്ങ് വെക്കും. എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഏകദേശ കണക്ക് വെച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കോഴിക്കോടുകാരായതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കി തയക്കവും പഴക്കവും വന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 1 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് എന്നുള്ള വെള്ളം കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് ഒരുപാട് കമൻസ് വരലുണ്ട്. ഏകദേശം കറക്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്ക് കേട്ടോ. അത് ഏകദേശം റെഡി ആയിരിക്കും. ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 6 കപ്പ് ഞാൻ പൊടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വാട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇപ്പോഴാണ് റെഡി ആയത് കേട്ടോ. ഞാനെപ്പോഴും പറയലുണ്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് കറക്റ്റായിട്ട് വരണം. വാട്ടൽ ശരിയാവണം, കുഴക്കൽ ശരിയാവണം, ഉരുട്ടിയെടുക്കുന്നത് ശരിയാവണം, പരത്തുന്നതും റെഡിയാവണം, ചുടുന്നതും ശരിയാവണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രൊസീജിയറും കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ലാസ്റ്റ് പ്രോഡക്റ്റ് അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ഡീറ്റെയിൽ തന്നെയാണ്, എന്നാലും ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ കുഴക്കലാണ് രണ്ടാമത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് എന്താ പറയുക, അതങ്ങനെ തന്നെ കുഴച്ച് കഴിഞ്ഞാലാണ് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ കൈ പൊള്ളുന്നതിനനുസരിച്ച് കുറേശ്ശെ കയ്യിലൊന്ന് വെള്ളം തൊട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആകണ വരെ കുഴച്ചെടുക്കണം. അപ്പം നല്ല ചൂടോട് കൂടിയല്ല, വാട്ടിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അപ്പം തന്നെ അത് കുഴച്ചെടുത്താൽ മതി. ചൂടാറിക്കഴിഞ്ഞാൽ പൊടി ഹാർഡാവുകയാണ് ചെയ്യുക. അപ്പോൾ ചൂടാറിയിട്ട് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ മാവിന് ഭയങ്കര ഇതായിട്ട് തോന്നും, ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നുക. അപ്പം പത്തിരി സോഫ്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അതായത് നല്ല ചൂടോട് കൂടി തന്നെ നല്ല സോഫ്റ്റ് ആകുന്ന വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ വലിയൊരു തളുകാണ് വെച്ചത് കേട്ടോ. വലിയ സാധനം എന്ന് പറയുന്നത് അതിലാണ് ഞാനിപ്പോൾ അത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു 5 6 കപ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് 1 കപ്പ് പൊടിയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചോട്ടോ. ആ ഒരു രീതിയിൽ എടുത്താൽ ചിലപ്പം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഉരുട്ടിയിട്ട് ഉരുളകളാക്കണം. അപ്പോൾ ഒന്നും കൂടെ കയ്യിലൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുക. വെള്ളം എടുത്ത് വെച്ചാൽ മതി കേട്ടോ അരിയത്ത്. അപ്പോൾ ഇതാ വെള്ളം തൊട്ടിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. പിന്നെ ഞാനെപ്പോഴും പറയലില്ല, ഞാനങ്ങനെ ഭയങ്കര നൈസായിട്ടുള്ള പത്തിരിയോ അല്ലെങ്കിൽ ചെറിയ പത്തിരിയോ അല്ല ഉണ്ടാക്കൽ. പത്തിരി നമ്മൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് കുറച്ച് വലിയ സൈസിലാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ചപ്പാത്തിൻ്റെ ഉരുളൻ്റെ വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക. ഞാൻ കംപ്ലീറ്റ് ഇതാ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറീൻ്റെ പണി കഴിഞ്ഞിട്ട് ഇത് പരത്താൻ നിൽക്കാം. അപ്പോൾ ഞാൻ കറി വെക്കുന്നത് ഞാനിപ്പോൾ കുക്കറിലാണ്. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. ഹൈ ഫ്ലെയിം ആക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം പണി കഴിയും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എന്നാലോ ടേസ്റ്റിൽ ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഉള്ളി ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് അളവാണ്, 1 കിലോൻ്റെ അളവിലേക്കുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അധികം ഉണ്ടാക്കി കുക്കിങ്ങൊന്നും അങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് എല്ലാവരും നിങ്ങളെപ്പോഴും കേൾക്കണതായിരിക്കും, ഉള്ളി വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ ശരിക്കുള്ള ഇതെന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഉപ്പിടുന്ന സമയത്ത് ഈ ഒരു ഉള്ളിയിലുള്ള വെള്ളം പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ ഉള്ളിലത്തെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി വരും. അതിനാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കട്ടെ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടി അത്ര ഇട്ട് കൊടുക്കുക. ഞാനൊരു 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, ഇവിടെ വലിയ സൈസ് തക്കാളി ആയതുകൊണ്ട് ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് മുഴുവനായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കുക. എന്നിട്ട് ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഭയങ്കര സോഫ്റ്റ് ആവാനൊന്നും കാത്തിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഇഞ്ചിൻ്റെ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ടത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ച ചൊയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് വാടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇനി പൊടി ഇടുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റാണ്. ഞാനെപ്പോഴും പറയുന്നതാണ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നുള്ള ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തക്കാളി അരച്ച് ചേർത്താൽ മതി കേട്ടോ. നല്ല ചുവപ്പുള്ള തക്കാളി ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു കളറും കൂടെ വരും, നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുത്തത്. അതില്ല എന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത തക്കാളി വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ് ഇടുന്നത്. ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കേട്ടോ, കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടി മുളക് പൊടിയാണ്, അതും അത്ര തന്നെ. നമ്മൾ എത്രയാണോ മല്ലിപ്പൊടി എടുക്കുന്നത് അത്ര തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഞാൻ എടുത്തത്. ഇതൊരു മീഡിയം ഇതേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മൾ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ, 1 ടീസ്പൂണാണ്. പിന്നെ വേണ്ടിയ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ പൊടികൾ ആവശ്യമുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയാക്കി വെക്കണം, ചെറിയ തീയിൽ അത് വഴറ്റിയെടുക്കാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുവരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടത്, ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പാകത്തിലാണ് വേണ്ടി നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് വാടി വന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മളെ മെയിൻ സാധനം മട്ടനാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഈ മട്ടൻ എന്ന് പറയുന്നത് മട്ടൻ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൊയൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് മട്ടൺ ആയിരിക്കണം. അപ്പോൾ അത് വാങ്ങാൻ അറിയുന്നവർക്കേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ നമ്മളെ വടകരക്കാരുള്ള മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള മുസ്തഫാനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ്. കാലിൻ്റെ ഭാഗം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി ഫ്രഷ് മട്ടൺ, സൂപ്പർ മട്ടനാണ്. കാലിൻ്റെ ഭാഗം മാത്രം മുമ്പ് വാങ്ങിച്ചു തന്നാണ്. ഞങ്ങളെ ചങ്ക് ബ്രോ എന്നൊക്കെ പറയാം കേട്ടോ. നമ്മളെ മുസ്തഫ എന്ന് പറഞ്ഞാൽ കുക്കാണ്, ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള കുക്കാണ്. മൂപ്പരോട് പറഞ്ഞാൽ നല്ല മൂപ്പർക്ക് നോക്കി വാങ്ങിക്കാൻ അറിയുന്നതുകൊണ്ട് നല്ല മട്ടൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിപ്പിച്ച മട്ടനാണിത്. 1 കിലോ മട്ടനാണ് ഇപ്പോൾ ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതിന് ശേഷം വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടനാണ്. മട്ടൻ ഒരുവിധ ആൾക്കാർക്കൊക്കെ ചിലർക്ക് തിന്നൂല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു ചൂരുണ്ടാവും. അപ്പോൾ അത് നോക്കി വാങ്ങിക്കാൻ അറിയണം നല്ല മട്ടൻ. അല്ലാത്തവർക്ക് ചിലത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലത് ഭയങ്കര ഒരു സ്മെല്ലും ചൂരും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് മട്ടൻ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. നല്ല മട്ടൻ ആണെങ്കിലുണ്ടല്ലോ, മട്ടൻ ഒരിക്കൽ തിന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അഡിക്റ്റഡ് ആയി പോകും ശരിക്കും. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീറ്റാണ് മട്ടൻ്റെ ഇതെന്ന് പറയുന്നത്. മട്ടൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് മട്ടനും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ആ മട്ടനിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ആ ഒരു ഗ്രേവി ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു മീറ്റൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു വെള്ള കളർ ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ ആദ്യം ഉള്ളി വാട്ടുന്ന സമയത്ത് കുറച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മട്ടനിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ആ ഒരു ഇറച്ചിയൊക്കെ നന്നായിട്ട് ഒരു വെള്ള കളറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം തീരെ ഒഴിക്കാണ്ട് വേവിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിത്തിരി ഗ്രേവി വേണമല്ലോ. കാരണം പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിക്ക് കുറച്ച് കറി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചൂടാക്കി എടുത്തത് കേട്ടോ. തിളപ്പിച്ചെടുത്ത വെള്ളമാണ്, 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നിങ്ങൾക്ക് 2 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഒഴിച്ച് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. 2 കപ്പ് വെള്ളം ഒഴിച്ചെന്ന് വെച്ചിട്ട് വെള്ളം മറ്റേ കറി വെള്ളം പോലെ ആയി പോകുമോ എന്നുള്ളതൊന്നും പേടിയൊന്നും വേണ്ട. കാരണം നമ്മൾ അത്യാവശ്യത്തിന് നല്ലോണം ഉള്ളി ഇതൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല കട്ടി തന്നെയാണ് കിട്ടുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പാണ് വെച്ചത്. കാരണം ഈ ഇറച്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരാനും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇനി വെന്തോളും. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂടി വെച്ചിട്ട് ഞാനിവിടെ 15 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരെ കുക്കറിൻ്റെ ഇത് നോക്കിയിട്ട് എടുക്കുക. വിസിലിൻ്റെ കണക്കല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ചോദിച്ചിരുന്നു ഇത്ര വിസിലാണ് വേവിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു കറക്റ്റ് ടൈം നോക്കിയാൽ മതി. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ അത് അവിടെ നിന്ന് ആവണ നേരം കൊണ്ട് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഈ ഉരുട്ടി വെച്ച ഉരുളകളില്ല, അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇതിപ്പോൾ എണ്ണയാണ് കേട്ടോ, ഓയിലാണ്. ഓയിലൊന്ന് കയ്യിലൊന്ന് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഞാൻ പറഞ്ഞാൽ അടുത്ത ഒരു ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഉരുള ഉണ്ടല്ലോ, ഈ ഉരുട്ടിയെടുക്കുന്നത് അത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ ക്രാക്കൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. എന്നാലാണ് പത്തിരി നന്നായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ ആ പത്തിരി ഇടുന്ന സമയത്ത് തന്നെ കല്ലിൽ നിന്ന് ഇങ്ങനെ പൊക്കള പോലെ നല്ല പൊന്തി വരണമെങ്കിൽ, പൊള്ളിച്ച് വരണമെങ്കിൽ ഈ ഉരുട്ടുന്ന ഉരുളുണ്ടല്ലോ അത് നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടാൻ വേണ്ടി നോക്കുക. എന്നാലാണ് നന്നായിട്ട് പൊള്ളി വരുള്ളൂ. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തിലാണ് ഞാനിപ്പോൾ ഇത് ഉരുട്ടിയെടുത്തത്. ഞാനിവിടെ പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. പ്രസ് അല്ലാണ്ട് കൈകൊണ്ട് പരത്തുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പ്രസ്സിലാണ് പരത്തുന്നത്. 2 പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞാൻ ഒന്ന് മുറിച്ചിട്ട് അപ്പുറം ഇപ്പുറം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കവർ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ പ്രസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ഭാഗം പരത്തി കഴിഞ്ഞാൽ തിരിച്ച് വെച്ച് കൊടുക്കണം. എന്നാലാണ് നന്നായിട്ട് പരന്ന് വരിക. അപ്പോൾ ഞാൻ 2 ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുക്കൽ കേട്ടോ. ഇത്രയും നൈസേ ഉള്ളൂ. ഭയങ്കര നൈസൊന്നുമല്ല. ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുക്കൽ കേട്ടോ. ഭയങ്കരമായിട്ട് നൈസൊക്കെ ആക്കി എടുത്ത് കഴിഞ്ഞാൽ പൊള്ളി വരുമൊന്നുമില്ല. ഒരു മരക്കടം പോലാണ് ഉണ്ടാവുക. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലാണ് ചുട്ടെടുക്കൽ. അപ്പോൾ ഞാൻ കുറച്ചധികം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായ കല്ലിലേക്ക് ഓരോന്നിട്ട് കൊടുക്കുക. ഇപ്പോൾ 3 എണ്ണമാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു കല്ലിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം വലിയ പത്തിരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 എണ്ണം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. ആദ്യം വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇട്ട് ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ മറിച്ചിടൽ ലേറ്റ് ആയി പോയാൽ പിന്നെ ഇപ്പോൾ ഒന്ന് പൊള്ളി വരാൻ കുറച്ചൊരു പണിയായിരിക്കും. അപ്പോൾ ആദ്യത്തത് വേഗം മറിച്ചിട്ട് കൊടുക്കുക. രണ്ടാമത്തെ കുറച്ച് ടൈം എടുക്കുക. അടിഭാഗം ഒന്ന് വെന്ത് വരണം. അങ്ങനെ പൊള്ളി വരും. ആ സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ട് ഒരു കുമ്മളകൾ വരാൻ തുടങ്ങിയാൽ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട ഉടനെ തന്നെ അത് പൊള്ളി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് പൊള്ളി വരും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കുക പത്തിരി നല്ല പെർഫെക്റ്റ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാ എല്ലാം പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്തിട്ട് കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പത്തിരി എല്ലാവരും ഉണ്ടാക്കണം തന്നെയായിരിക്കും. പക്ഷേ എത്ര ഉണ്ടാക്കിയാലും കറക്റ്റ് ആവാത്ത കുറേ ആൾക്കാരുണ്ട്. ഓർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. നിങ്ങൾ ഇനി ഇതൊക്കെ നമുക്ക് അറിയണമല്ലേ എന്നുള്ളൊരു തോന്നൽ വേണ്ട. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത് ലാസ്റ്റാണ് കേട്ടോ. മൊത്തം ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ പത്തിരിയാണിത്. അപ്പോൾ അതും കൂടെ ചുട്ട് കഴിഞ്ഞാൽ നമ്മളെ പത്തിരി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അടിപൊളി പത്തിരിയാണ്. സൂപ്പർ പത്തിരി കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, കുഴക്കാണ്ടും പരത്താണ്ടും ഒന്നുള്ള പത്തിരി ഒന്നുമല്ല. കുറച്ച് മെനക്കെട്ടാൽ തന്നെ ഉള്ളൂ ഈ ഒരു പത്തിരി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈസി മെത്തേഡല്ല. അപ്പോൾ അതാ ലാസ്റ്റത്തെ പത്തിരിയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ആ ഒരു കംപ്ലീറ്റ് പത്തിരി ഞാൻ മൊത്തം ചുട്ട് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അതാ ഞാനൊന്ന് എടുത്ത് മുറിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പരത്താണ്ടും കുഴക്കാണ്ടും പൊടി കലക്കിയിട്ടൊക്കെ ചുടുകയാണെങ്കിൽ ഈ ഒരു പത്തിരി ഒന്നല്ല വരിക. അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പത്തിരിയൊക്കെ ആയിട്ടാണ് വരിക. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അത് ഫെയിലാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. കുഴക്കാണ്ട് പത്തിരി കലക്കി ചുട്ട പത്തിരി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇത് നമ്മൾ കുഴച്ച് പരത്തിയിട്ടുള്ള പത്തിരിയാണ്. ഇപ്പോൾ അതാ 15 മിനിറ്റിന് ശേഷം നമ്മളെ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കർ തുറന്നതാണ്. നല്ല കറക്റ്റ് പാകത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. മട്ടൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേവ് കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൽ 15 മിനിറ്റ് കറക്റ്റാണ് ഈ മട്ടൻ വേവിക്കാനുള്ള ടൈം. അപ്പോൾ ഞാനിത് വെന്തണോ ഇല്ല എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ചൂടുള്ള അത്ര കൈ കൊണ്ട് തൊടില്ല. അത് സ്പൂൺ കൊണ്ടൊന്ന് നെക്കി കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും സോഫ്റ്റായിട്ട് നല്ല പട്ട് പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊന്ന് നമുക്കൊന്ന് എന്താ പറയുക കല്ലിൻ്റെ ചട്ടിയിൽ ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചീനച്ചട്ടി ആയാലും മതി, എന്തായാലും മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ചട്ടിയാണ് വെച്ച് കൊടുത്തത്. ഇരുമ്പിൻ്റെ ചട്ടി. അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കറിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ശ്രദ്ധിക്കുക ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഒഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. ആ എണ്ണ നമ്മളെ മേത്തേക്ക് തെറിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ കംപ്ലീറ്റ് കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തിളച്ചോട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാണ്ട് നോക്കിയാൽ മതി. അപ്പോൾ 1 കിലോ മട്ടൻ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ബീഫ് മട്ടനൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ അത് ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് അധികം ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് വറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കൈപ്പിടി മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ കറിവേപ്പിലൊന്നും ഇട്ടില്ല കേട്ടോ. മല്ലിച്ചപ്പ് മാത്രമാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം ഒന്ന് റെഡി ആയി. കാരണം ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തീ ഓഫാക്കി കഴിഞ്ഞാലും ഒന്നും കൂടെ ഒന്ന് കുറുക്കും. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മളിത് തീ ഓഫാക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് വറ്റിയാണ് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടോ. ഇത് മതി. ഇതിന് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് വറ്റും. ഈ ഒരു പാകത്തിൽ മതി കേട്ടോ. നല്ലൊരു കട്ടിയൊക്കെ നല്ല കറക്റ്റാണ്. പത്തിരിക്കും ചപ്പാത്തിക്കും എല്ലാം പറ്റുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ല സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പത്തിരിക്കാണ് കേട്ടോ. ഞാൻ ഈ കാണിച്ച പത്തിരിക്കാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ആച്ചിൻ്റെ ഫേവററ്റാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നിവിടെ ഇത് ചെയ്തത്. ആച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്. ബീഫായാലും മട്ടനായാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാം കൊണ്ടുപോയി വെച്ചു. അപ്പോൾ കറീൻ്റെ കളറും കട്ടിയൊക്കെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ഒരു പാകത്തിലാണ്. ചൂടാറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒന്നും കൂടെ കളറും മാറും. അതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. ഇതാണ് കറക്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ഇതിലും കൂടുതൽ നമ്മൾ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകിപ്പോവും. അപ്പോൾ ഇത് കറക്റ്റാണ്. പത്തിരിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പാകത്ത് തന്നെ എടുക്കാൻ വേണ്ടി നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ ചായയും കൂടെ എടുത്തിട്ടുണ്ട്.
പിന്നെ കുട്ടികളൊന്നും ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എത്ര നിർബന്ധിച്ചാലും ഇരുന്ന് തരാൻ കുറച്ച് മടിയാണ്. അതുകൊണ്ടാണ് ഓരെ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തിന്നാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഞാൻ ഓരെ വീഡിയോ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് എന്ന് പറയില്ല, അങ്ങനത്തെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ അത്രയും ഗ്യാരണ്ടി തരുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.